ഉത്തരാഖണ്ഡിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. ഡെറാഡൂണിൽ യുവമോർച്ച നേതാവ് കൊല്ലപ്പെട്ട ബൈരാഗിവാല ഗ്രാമത്തിൽ ITBPയുടെ ഫ്ളാഗ് മാർച്ച്. ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിലാണ് യുവമോർച്ച നേതാവ് കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഹൈന്ദവ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമാണ് നടന്നത്. ആദർശ് TS ചേരുന്നു. ആദർശ്, പറയൂ വിവരങ്ങൾ. രോഹിണി, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ ബൈരാഗിവാല ഗ്രാമത്തിലാണ് യുവമോർച്ച നേതാവ് കൊല്ലപ്പെട്ടത്. ഇവിടെ കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം. ആ സംഘർഷത്തിന് പിന്നാലെയാണ് യുവമോർച്ച നേതാവിനെ ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. പിന്നാലെ കർശന നടപടികളിലേക്ക് കടന്ന പോലീസും ഈ പ്രതികളുടെ വീട് ഇടിച്ചു നിരത്തൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയും 28 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രതികളെ പിടികൂടുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ITBPയെ അവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം ഹൈന്ദവ സംഘടനകളാകട്ടെ ഈ കൊലപാതകത്തിലെ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ അവരെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല നിലവിൽ പ്രദേശത്ത് സംഘർഷ സ്ഥിതി ഇല്ലെന്നും അവിടെ സമാധാനമാണ് ഉള്ളതെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും കേന്ദ്രസേനയെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള എല്ലാ മുൻകരുതലുകളും ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. രോഹിണി, ശരി. ആദർശ് TS ആണ് വിവരങ്ങൾ നൽകിയത്.